അത് തെറ്റാണ്. ഞാനുള്ള വേദിയിലല്ല അദ്ദേഹം സംസാരിച്ചത്. ഞാൻ അവിടെ ഉദ്ഘാടനം കഴിഞ്ഞു, ഞാനും ഇവിടെ ഈടനും അപ്പോൾ തന്നെ വേദി വിട്ടു പോകുന്നു. ഞാൻ പോന്നു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രസംഗത്തെ സംബന്ധിച്ചും പൊതുവിലുള്ള കാര്യത്തെക്കുറിച്ചും പാർട്ടി സെക്രട്ടേറിയറ്റ് ഇന്നലെ തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉൾക്കൊള്ളുന്ന സെക്രട്ടേറിയറ്റിന്റെ സ്റ്റേറ്റ്മെന്റാണ്, വളരെ ക്ലാരിറ്റിയുള്ള സ്റ്റേറ്റ്മെന്റാണ്. നമുക്കെപ്പോഴും എല്ലായ്പ്പോഴും മതനിരപേക്ഷ നിലപാടാണ് CPI-നുള്ളത്, ഒപ്പം ഗവൺമെന്റിനുമുള്ളത്. ആ മതനിരപേക്ഷ നിലപാടിനപ്പുറത്തുനിന്ന് വാതുന്നുകൊണ്ട് നാളിതുവരെ ചിന്തിച്ചിട്ടില്ല, ഇനിയും ചിന്തിക്കുകയില്ല. അത് 4 വോട്ടിന് വേണ്ടിയോ സീറ്റിന് വേണ്ടിയോ ഒന്നും മാറ്റുന്ന നയമല്ല ഗവൺമെന്റിനും പാർട്ടിക്കും ഉള്ളത്. മതേതര ജനാധിപത്യത്തിന്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എല്ലാ കാലഘട്ടത്തും മുന്നോട്ട് പോകുന്നത്. അതിപ്പോഴും അതെ. അപ്പോൾ ഞങ്ങളുള്ള വേദിയിലാണ് ഇത് പ്രസംഗിച്ചതെന്ന് പറഞ്ഞ തെറ്റാണ്. ഞങ്ങൾ പോന്നു കഴിഞ്ഞതിന് ശേഷം വല്ല പരാമർശങ്ങളെ സംബന്ധിച്ചും അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ പറഞ്ഞതിനെ കുറിച്ചൊരു കൂട്ടർ പറഞ്ഞത് നിർഭയമായി പറഞ്ഞു. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ അദ്ദേഹം നേരിട്ട് ഇവിടെ എതിർത്ത 2 സംഭവമുണ്ട്. ഒന്ന് വൈക്കത്തെ സെമിത്തേരി പ്രശ്നം വന്നപ്പോൾ ഇവിടിരിക്കുന്ന പല പത്രപ്രവർത്തകർ അത് ജയകുമാറിനറിയാം. അന്ന് നമ്മളെടുത്തിരുന്ന നിലപാട് ആ സെമിത്തേരി സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ ചെങ്കോട്ടുകണ സ്വാമി ഉൾപ്പെടെ അതിനെ എതിർക്കുന്ന സാഹചര്യം വരും. അന്ന് ഞങ്ങൾ ശക്തിയായി അദ്ദേഹം വിമർശിച്ചിരുന്നു. ഞങ്ങൾ വേദിയിരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. കോട്ടയത്ത് നമ്മുടെ തങ്കു ബ്രദറിന്റെ പ്രശ്നമായി ബന്ധപ്പെട്ട് വന്ന് ഓർക്കുന്നില്ലേ നിങ്ങൾ? ജയകുമാറിനറിയാം, നിങ്ങൾ പുതിയ പത്രപ്രവർത്തകർക്ക് അറിയില്ല. അപ്പോൾ ഈ കാര്യത്തിൽ അവിടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ശൈലി അദ്ദേഹം സ്വീകരിക്കാറുണ്ട്. അത് നിർഭയമായി പറയുന്നു എന്ന് പറഞ്ഞതിന് അപ്പുറത്ത് വേറൊരു വ്യാഖ്യാനം അതിന് കൊടുക്കേണ്ടതില്ല. ഞങ്ങളുള്ളപ്പോഴല്ല മതവിദ്വേഷപരമായിട്ടുള്ള പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് പാർട്ടി സെക്രട്ടേറിയറ്റ് വളരെ ക്ലാരിറ്റിയോടുകൂടി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാലത്തും മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചു പോകും. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനി മറ്റൊരു വ്യാഖ്യാനത്തിന്റെ കാര്യമില്ല. നിങ്ങൾക്ക് ഇന്ന് അന്തിച്ചർച്ചയ്ക്ക് മറ്റൊരു ഉണ്ടാക്കാൻ ഞാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല.